ഹലോ, എന്തൊക്കെയുണ്ട്? ഏഹേ. അപ്പോൾ ഒരീസം രാത്രി ഞാൻ കോയമ്പത്തൂരേക്ക് പോയി. പിറ്റേ ദിവസം രാത്രി തന്നെ തിരിച്ച് വന്നു. ഞാൻ ആടെ താമസിച്ചിട്ടൊന്നുമില്ല. കുറച്ച് പണിയുണ്ടായിരുന്നു നാട്ടിൽ വന്നിട്ട്. അപ്പം അങ്ങനെ ആ സ്പോട്ടിന്ന് മറ്റേ സ്പോട്ടിന്ന് വലിയ ടേസ്റ്റ് ഇല്ലാത്തൊരു ബ്ലാക്ക് ബ്യൂട്ടി എന്ന് പറഞ്ഞ ഐസ്ക്രീം കഴിച്ചിറങ്ങിയിട്ട് ഞാനൊരു സ്പോട്ടിലേക്ക് ചായ കുടിക്കാനാ പോയെ. ഇത് സമയം ഇപ്പോൾ വൈകുന്നേരം ഒരു 5:30 ആയിട്ടുണ്ടാവേ. ചായ കുടിക്കാനല്ല, കാപ്പി കുടിക്കാനാ പോയെ. ഇവിടുത്തെ കാപ്പി ഭയങ്കര ഫേമസ് ആവുമല്ലോ. മസ്റ്റ് ട്രൈ എന്നെല്ലാം പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കുറച്ച് സ്റ്റോറി ഇട്ടായിരുന്നു, കുറച്ച് റിപ്ലൈയിലും വന്നിന്. അങ്ങനെ ആടുന്ന് കാപ്പിയും കുടിച്ച് ഒരു ഗ്ലാസ് ചായയും കുടിച്ച്. ചായ വലിയ പോരാ. പക്ഷേ കാപ്പി വാസ് റിയലി ഗുഡ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്പോട്ട് കോയമ്പത്തൂർ ആർ.എസ്. പുരത്തുള്ള വേലൻ കാപ്പിയാ. ആടെ പിന്നെ ചില്ലും കൂട്ടിൽ എന്തെല്ലോ കടിയെല്ലാം കണ്ടിനെ. പിന്നെ അത് ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് കഴിച്ചില്ല. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ കാർ പാർക്ക് ചെയ്തിട്ട് വേറൊരു സ്പോട്ടിലേക്ക് കുറച്ച് ഐസ്ക്രീം കഴിക്കാൻ കയറി. ഇത് ഞാനങ്ങനെ റാൻഡംലി കയറിപ്പോയ ഒരു സ്പോട്ടൊന്നും അല്ലേ. കോയമ്പത്തൂർ പോകുന്നുണ്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട സമയത്ത് വളരെ അവിചാരിതമായിട്ട് ഇവരെന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തതാണ്. ആ സ്റ്റോറി കണ്ടിട്ടില്ല. പക്ഷേ ആ കറക്റ്റ് ടൈമിങ്ങിന് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തതാണ്. ഒരു വീഡിയോ ചെയ്തു തരുമോന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ കയറിയത്. എന്നിട്ട് അവരെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം എടുത്തോന്ന് പറഞ്ഞ്. ആദ്യം കഴിച്ചത് ഐസ്ക്രീം വിത്ത് ചോറോസാ. ആ ചോറോസ് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഐസ്ക്രീമിൻ്റെ ക്വാളിറ്റി കൊള്ളാം. അതിന് ശേഷം പിന്നൊരു ഐസ്ക്രീം ബർഗർ കഴിച്ചു. എൻ്റെ ഒരു ഇത്രയും നീണ്ട കാലത്തെ ജീവിതത്തിനിടയിൽ രണ്ടാമത്തെ തവണയാണ് ഞാൻ ഈ ഐസ്ക്രീം ബർഗർ എന്ന് പറഞ്ഞ സാധനം ട്രൈ ചെയ്യുന്നത്. ആ 2 ഐസ്ക്രീമിൻ്റെ ഐറ്റംസ് ഒരുമിച്ച് കഴിച്ചിട്ട് ആകെ മൊത്തത്തിൽ ചെറുതായിട്ട് മത്തായി ഞാൻ ആ മത്തിൻ്റെ ഒരു കിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടുന്ന് കഴിച്ചത് ഈ കൊറിയൻ ബന്ന. ആ ബന്നിന് നമ്മൾ പണ്ട് ചായപ്പൊടിയെന്നെല്ലാം ചായയിൽ മുക്കി തിന്നുന്ന ബന്നില്ലേ, ഏറെക്കുറെ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ അൻവർക്ക പറഞ്ഞ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം ഐസ്ക്രീം പൊരിച്ചിട്ടാ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പൊരിച്ച ഐസ്ക്രീം ഞാനും കഴിച്ചു. എന്തെല്ലാം നമ്മളെ ദുനിയാവിൽ നടക്കുന്നല്ലേ മൂപ്പര് പറഞ്ഞ പോലെ. ഐസ്ക്രീം ആരെങ്കിലും പൊരിച്ചിട്ട് കഴിക്കും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്തായാലും സാധനം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിപ്പം പൊരിച്ചയായാലും ചുട്ടെടുത്തിയായാലും കബാബാക്കിയതായാലല്ലോ, ഇവർ ഐസ്ക്രീമിനൊരു ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. കുറച്ചൊരു സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചറിലായിട്ട്. പിന്നെ അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള പോലെ എനിക്ക് തോന്നിയില്ല. ഇതിനേക്കാളും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐസ്ക്രീം എല്ലാം ഉണ്ട്. ഇതിനേക്കാളും വില കുറഞ്ഞുണ്ട്. പക്ഷേ ഇത് കുറച്ചൊരു പ്രീമിയം ഫീൽ ഉണ്ട് സാധനത്തിന്. എന്ന് വിചാരിച്ച് അങ്ങനെ ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി ഫ്ലേവറും ഫീൽ ഉണ്ടെന്നൊന്നും പറയുന്നില്ല. ബട്ട് ഡെഫിനിറ്റ്ലി ആൻ എബോവ് ആവറേജ് സ്റ്റഫ് അതാണ്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് കേക്കും ചോക്ലേറ്റ് സിറപ്പും നട്ട്സും അതിൻ്റെ മേലെ കുറേ വിപ്പിംഗ് ക്രീമും അതിൻ്റെ മേലെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇട്ടിട്ടുള്ളൊരു സാധനം കഴിച്ചിന്. ആ വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. വിപ്പിംഗ് ക്രീമാണ് അതിനെ കളഞ്ഞത്. പിന്നെ കഴിച്ചത് ആലിയ ഭട്ടിന് ഏറ്റവും ഇഷ്ടമുള്ള ആലിയ ഭട്ട് സ്പെഷ്യൽ കേക്ക്. അതിൻ്റെ മേലെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇട്ടിട്ടാണ് കഴിച്ചത്. ഇത് അടിപൊളിയായിരുന്നു. ഓവർ മധുരമൊന്നും ഇല്ലാണ്ട് കറക്റ്റ് മിൽക്കി ഫ്ലേവർ ആയിട്ടുള്ളൊരു ഐറ്റം. പിന്നെ കഴിച്ചതൊരു ചോക്ലേറ്റ് ആയിട്ടാണ്. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത് സിസ്ലിംഗ് ബ്രൗണി. അതിൻ്റെ മേലെ ചുട്ട അണ്ടിപ്പരിപ്പെല്ലാം കുറച്ചിതാ ഇങ്ങനെ അവിടെ വിതറിയാടിയിട്ടെ. എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് കുറച്ച് ഐസ്ക്രീമും ആ അണ്ടിപ്പരിപ്പും പിന്നെ ആ ബ്രൗണിയും പിന്നെ അതിൻ്റെ മേലെ നല്ലോണം ചുറ്റിച്ചൊഴിച്ച് ആ ചോക്ലേറ്റ് സോസില്ലേ, അതെല്ലാം കൂടി ഇങ്ങനെ എടുത്തിട്ട് കഴിച്ചു നോക്കി. ഐസ്ക്രീം ഈസ് ഗുഡ്, ബട്ട് ബ്രൗണി കുറച്ചും കൂടെ ഒന്ന് ശരിയാവാനുണ്ട്. പിന്നെ ഇവിടുന്ന് ഞാനൊരു പ്ലേറ്റ് പനീർ മോമോസും കഴിച്ചിന് ലാസ്റ്റ്. അതങ്ങനെ എടുത്ത് പറയാൻ മാത്രമൊന്നുമില്ലപ്പാ. ഒരു സാധാരണ പനീർ മോമോസേനു. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മളെ കോയമ്പത്തൂർ ആർ.എസ്. പുരത്തുള്ള ഹാപ്പി എൻഡിങ് ഐസ്ക്രീംസ് ആൻഡ് ഡെസേർട്സ് എന്ന് പറഞ്ഞ ഈ ഷോപ്പാണ്. ഇതാണ് എൻ്റെ ടോട്ടൽ ബില്ല്. അങ്ങനെ ആടുന്ന് ഞാൻ ഇറങ്ങി പിന്നെ നേരെ നാട്ടിലേക്ക് വിട്ടു. പാലക്കാട് എത്തുന്നവരെ ഏടെയും നിർത്തിയിട്ടില്ല, ഒറ്റ പോക്കേനു. പക്ഷേ പാലക്കാട് എത്തുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിശപ്പ്. ഫുഡ് അടിക്കാണ്ട് പോകാൻ പറ്റുകയില്ല എന്നുള്ളൊരു അവസ്ഥയിലായിപ്പോയി. അങ്ങനെ ഒരു സ്ഥലത്ത് വണ്ടി സൈഡാക്കിയിട്ട് നേരെ ഈടെ കയറിയേ. ഈടെ കയറിയിട്ട് ഇവിടുന്ന് 2 ചിക്കൻ ഷവായി ഓർഡർ ചെയ്ത്. 2 ക്വാർട്ടറാണേ ഓർഡർ ചെയ്തത്. രണ്ടും ചെസ്റ്റ് പീസ്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ചും കൂടി എക്സ്ട്രാ മസാല വാങ്ങിയിട്ട് അത് നല്ലോണം അങ്ങോട്ട് ഒഴിച്ചവിടെ വെച്ച്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മാങ്ങേൻ്റെ സാലഡ് വരുന്നുണ്ട്, ഉപ്പും മുളകിലിട്ട പോലത്തെ. അത് കഴിച്ചിട്ടാണ് തുടങ്ങിയത്. അതിന് ശേഷം റുമാലി റൊട്ടിയിൽ നിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് ആ അതിൻ്റെ മേലെ ഒഴിച്ച മസാലയില്ലേ ചിക്കൻ്റെ, അതിൻ്റെ മേലെ ഒന്ന് ഉരച്ചിട്ട് അത് മാത്രം കഴിച്ചു നോക്കി. ആ റുമാലി റൊട്ടിയും മസാലയും മാത്രം. കുറച്ചൊരു സ്പൈസി ഫ്ലേവറുള്ള മസാലയാണ്. എന്നാൽ അത്രയൊരു സ്പൈസി ഫ്ലേവർ ഇല്ല താനും. അതാണ് അതിൻ്റെ ഒരു ഏകദേശം ഇരിപ്പ് വശം. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണ്ടെങ്കിൽ വെറുതെ ആ മസാല മാത്രം കഴിച്ചിട്ട് വലിയ കാര്യമില്ലല്ലോ. ചിക്കൻ്റെ പീസും കൂടെ കഴിച്ച് നോക്കണ്ടേ. അപ്പം ചിക്കൻ പീസ് നല്ലോണം മസാലയിൽ മുക്കിയിട്ടും കഴിച്ച് നോക്കി. പിന്നെ ആ ചിക്കൻ ഷവായിൻ്റെ കൂടെ തന്നെ അക്കംപനിമെൻ്റ് ആയിട്ട് വന്ന മറ്റേ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള കുബൂസില്ലേ, അതും ഈ ചിക്കൻ ഷവായും കൂടി ഇതാ ഇങ്ങനെ അതിൻ്റെ തൊലിയോട് കൂടിയിട്ട് ചേർത്ത് പിടിച്ചേ. എന്നിട്ട് കുറച്ച് ആ ബീറ്റ്റൂട്ട് ചട്നി ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് നോക്കിയിട്ട് കുറച്ച് ആ മസാലയിൽ മുക്കിയിട്ട് കഴിച്ച്. പിന്നെ ഒരു കാര്യം പറയാം. ഈ ചിക്കൻ ഷവായിയും ചിക്കൻ അൽഫാമെല്ലാം ഇനി എത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ മറ്റേ കരിഞ്ഞ തോലുണ്ടല്ലോ അത് അധികം തിന്നണ്ട കേട്ടോ. അത് ഭയങ്കര മോശമാണ് വയറിന്. അപ്പോൾ ഈ സ്പോട്ട് എവിടെയാണെന്ന് ഇനി പറഞ്ഞുതരാം. നമ്മളെ പാലക്കാടുള്ള
TNTയാ. ഭയങ്കരമായ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട് ഇവിടെ കേറി പോയോണ്ടാണോന്നറിയില്ല. ഞാൻ വിചാരിച്ച അത്ര പോരായിരുന്നു ചിക്കൻ ഷവായ. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒറ്റൊരു വിടലാ വണ്ടി നേരെ അങ്ങോട്ട്. രാത്രി ഒരു 2 മണി വരെ ഭയങ്കര ഉറക്കം. ഒരു സൈഡിൽ വണ്ടി സൈഡാക്കിയിട്ട് 5 മണി വരെ നല്ലൊരു ഉറക്കം അങ്ങോട്ട് ഇറങ്ങി. എന്നിട്ട് നാട്ടിലേക്ക് വിടുന്ന റൂട്ടിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് പോയി. കോഴിക്കോട് ബീച്ചിലെ ഈ സ്റ്റാർബക്സ് പോയിട്ട് ആടുന്നൊരു വിത്തൗട്ട് ഫിൽട്ടർ കോഫി അങ്ങോട്ട് കുടിച്ചേ. ടോയ്ലറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയത്. പക്ഷേ ഇവിടെ ഞാൻ എപ്പം പോകുമ്പോൾ ഇവൻ്റെ കക്കൂസ് കഴുകുന്നതായിരിക്കും. മെയിൻ്റനൻസ് ആണെന്ന് പറഞ്ഞിട്ട് കയറണ്ടാന്ന് പറഞ്ഞു. പിന്നെ യഥോ ദസ്തത്ത് തഥോ ബലാന്ന് മനസ്സിൽ പറഞ്ഞിട്ട് എല്ലാം പിടിച്ച് നിർത്തിയിട്ട് എങ്ങനെയല്ലോ വീട്ടിലെത്തിയിട്ട് കാര്യമെല്ലാം സാധിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം ആയാലോ ഞാനൊന്ന് കണ്ണൂർ ടൗണിലേക്ക് ഇറങ്ങി കേട്ടോ. നേരെ ഒന്ന് അൽത്താസയിലേക്ക് പോയി. കുറേ കാലമായി അൽത്താസയിൽ പോയിട്ട്. എന്നിട്ട് ആടുന്ന് ഒരു ഡയറ്റ് ഷവർമയാണ് ഞാൻ പറഞ്ഞത്. കാരണം തലേ ദിവസം കുറേ മട്ടണും ചിക്കനും ഐസ്ക്രീമെല്ലാം കഴിച്ചല്ലേ. അതുകൊണ്ട് പിറ്റേ ദിവസം വൈകുന്നേരം ചെറിയൊരു ഡയറ്റായി കളയാന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു പോർഷൻ മറ്റേ ഷവർമേൻ്റെ ചിക്കൻ ഉണ്ടാവും. പിന്നെ ഇപ്പുറത്തെ ചെറിയ കള്ളിയിൽ ഹമ്മൂസ് ഉണ്ടാവും. പിന്നെ കുറേ വെജിറ്റബിൾസ് ഉണ്ടാവും കേട്ടോ. കക്കിരിയും ക്യാരറ്റാണ് അതിലെ മെയിൻ. പിന്നെ കുറച്ച് സ്വീറ്റ് കോൺ ഉണ്ടാവും. അങ്ങനെ അതെല്ലാം ചേർത്ത് കഴിച്ച് പിന്നെ എക്സ്ട്രാ കുറച്ച് പീറ്റ ബ്രെഡും വാങ്ങിച്ചു ഇതിൻ്റെ കൂടെ ഒന്ന് മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. ഹമ്മൂസിന് ഞാനിവിടെ ആദ്യം വന്ന് കഴിച്ച ആ സമയത്തുള്ള ഒരു ഹമ്മൂസിൻ്റെ ടേസ്റ്റ് ഇല്ല. അന്നത്തെ അടിപൊളിയാണ്. ഇന്നത്തേത് അത്ര പോരാ. ചിക്കൻ വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ മറ്റേ പീറ്റ ബ്രെഡും ചിക്കനും ഹമ്മൂസും വെജീസ് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഞാനിത് ഇങ്ങനെ അങ്ങോട്ട് കഴിച്ച്. ഇനി ജ്യൂസ് കുടിക്കണം എന്ന് വിചാരിച്ചാൽ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് ആടുന്ന് ഞാൻ നേരെ പോയത് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലോട്ടാണ് തളാപ്പിലുള്ള. അപ്പോൾ അങ്ങനെ ആടി എത്തിയാൽ അവർ ഭയങ്കര നിർബന്ധം. ചായ കുടിച്ചിട്ട് പോയാൽ മതി, ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന്. അങ്ങനെ ആടുന്ന് ചായയും കുടിച്ച് പിന്നെ അവർക്ക് കഴിക്കാൻ മേടിച്ച കടിയും മുട്ട പപ്സും കഴിച്ചിന്. പിന്നെ ഒരു ചിക്കൻ്റെ ഒരു റോളും കഴിച്ചിന്. എന്നിട്ട് പിന്നെ കുറച്ച് പണിയുണ്ടായിരുന്നു ടൗണിൽ. അത് കഴിഞ്ഞിട്ട് രാത്രി തിരിച്ച് വീട്ടിലേക്ക് വയറ് കാലിയാക്കിയിട്ട് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് കണ്ണൂരിലെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ആടുന്ന് ഈ തന്തൂരി റൊട്ടി വാങ്ങിച്ച് പിന്നെ ഈ പച്ച കളറിലുള്ള ഈ പനീർ എന്താ പാലക് പനീർ അതും കഴിച്ച്. പാലക് പനീർ വലിയ ടേസ്റ്റൊന്നുമില്ല. റൊട്ടി ഉഷാറായിരുന്നു കേട്ടോ. എവിടെയും കരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുന്ന് ആദ്യം ഒരു ദഹി അല്ല പാപ്പടി ചാട്ടും കഴിച്ചിന്. അതും ആവറേജ് ആയിരുന്നു. പിന്നെ നാച്ചുറൽസ് കയറിയിട്ട് ഒരു കാലാ ജാമുൻ ഐസ്ക്രീം കുടിച്ച്. അപ്പം ശരിയേ.